إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളക്കണക്കിന് ആരാധനാ കർമ്മങ്ങൾ, ഇബാദത്തുകൾ നമുക്ക് മതമാക്കി അല്ലാഹു അംഗീകരിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലക്ഷ്യമെന്ന് പറഞ്ഞാൽ, ആ ആരാധനയുടെ എല്ലാം അല്ലാഹു ലക്ഷ്യമാക്കുന്നത് തൻ്റെ അടിമകൾ തന്നിലേക്ക് ആ ഇബാദത്തുകൾ ചെയ്ത് അടുക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ്. എന്നാൽ ഈ അടുപ്പം, വ്യത്യസ്ത ഇനം ഇബാദത്തുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ ഇബാദത്തുകളെല്ലാം ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക്, അള്ളാഹു ഉദ്ദേശിച്ച രീതിയിൽ ഏറ്റവും നല്ല നിലക്ക് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ സാധിക്കുക നല്ല ഹൃദയത്തിന്റെ ഉടമകൾക്ക് മാത്രമാണ്. നല്ല ഹൃദയത്തിന്റെ ഉടമകൾക്ക് മാത്രമാണ് ഇബാദത്തുകൾ ഇഖ്ലാസോടുകൂടി ചെയ്ത് അള്ളാഹു ഉദ്ദേശിച്ച രീതിയിൽ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഈ ലോകത്തുള്ള കോടാനുകോടി ജനങ്ങളുണ്ട്. ഇതിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളുടെ ഇബാദത്തുകളെല്ലാം ഒരേ അളവിലായിരിക്കില്ല, ഒക്കെ വ്യത്യസ്ത രൂപത്തിലായിരിക്കും. ഓരോരുത്തരും നിർവഹിക്കുന്ന ഇബാദത്ത്, അവർ നിർവഹിക്കുന്ന രൂപം, നിർവഹിക്കുന്ന അവസ്ഥ, ഓരോ ഇബാദത്ത്, നോമ്പാവട്ടെ, നിസ്കാരമാവട്ടെ, ഇങ്ങനെ ഓരോ ഇബാദത്തിലും അതവർ നിർവഹിക്കുന്നതും അതേപോലെ തന്നെ അതിൻ്റെ ആസ്വാദനത്തിലും. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ യഥാർത്ഥ മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ആസ്വാദനമുണ്ട്. ആ ആസ്വാദനത്തിലും അതേപോലെ അവർ ചെയ്യുന്ന ഇബാദത്തിന്റെ പ്രതിഫലത്തിന്റെ വിഷയത്തിലും ഇതിലെല്ലാം വ്യത്യസ്തന്മാരായിരിക്കും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ചില ആളുകളുടെ നിസ്കാരം, രണ്ടാളുകളുടെ നിസ്കാരം എടുത്ത് പരിശോധിച്ചാൽ കിഴക്ക് പടിഞ്ഞാറ് എത്ര ദൂരമുണ്ടോ അത്രത്തോളം വ്യത്യാസമുണ്ടായിരിക്കും. അവർ ഓരോരുത്തരുടെയും ഇഖ്ലാസിനും ഈമാനിനും അനുസരിച്ചാൽ. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട, നമുക്ക് ഭയമുണ്ടാക്കേണ്ട, പണ്ഡിതന്മാർ നമ്മൾ ഭയപ്പെടണമെന്ന് പറഞ്ഞ ചിന്തിക്കേണ്ട ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഇന്നർ റജുല ലയൻസരിഫു, ഒരു മനുഷ്യൻ അവന്റെ നിസ്കാരത്തിൽ നിന്ന് അവൻ ഒഴിവാകുമ്പോൾ, നിസ്കരിച്ചു കഴിയുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം വമാ കുതിബ ലഹു ഇല്ലാ ഉശ്റു സ്വലാത്തിഹി തുസ്ഉഹാ സുമുനുഹാ സുബഉഹാ സുദുസുഹാ ഖുമുസുഹാ റുബഉഹാ സുലുസുഹാ നിസ്ഫുഹാ. ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ നിസ്കാരത്തിന്റെ, അവന്റെ ഇഖ്ലാസ് അനുസരിച്ച്, അവന്റെ ഖുശൂ അനുസരിച്ച് അവന്റെ നിസ്കാരത്തിന്റെ പ്രതിഫലം ആളുകളിൽ വ്യത്യസ്തമായിരിക്കും. ചില ആളുകൾക്ക് നിസ്കരിച്ചതിന്റെ 10 ഉണ്ടാകും,
ചില ആളുകൾക്ക് 9-1, 8-1, 7-1, 6-1, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3-1 വരെ പറയുകയും പകുതി വരെ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണക്കാക്കുകയുണ്ടായി. ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഓരോരുത്തർക്കും അവനവന്റെ നിസ്കാരത്തിന്റെ പ്രതിഫലത്തിന്റെ വിഷയത്തിൽ വ്യത്യസ്തന്മാരായിരിക്കും അവരുടെ ഖുശൂ അനുസരിച്ച്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കണം, നമ്മൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും, ആ ഇബാദത്തുകളിൽ ഖിയാമത്ത് നാളിൽ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി വിചാരണ ചെയ്യുന്ന നിസ്കാരം, ആ നിസ്കാരത്തിന്റെ അവസ്ഥയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ റൂഹെന്ന് നമുക്ക് പറയാം. നമ്മുടെ റൂഹെന്ന് പറയുമ്പോൾ ജീവൻ നമ്മുടെ ശരീരത്തിന് എത്രത്തോളം ആവശ്യമാണ് എന്നതുപോലെ നിസ്കാരത്തിന്റെ റൂഹായി നമുക്ക് ഖുശൂഇനെ പരിചയപ്പെടുത്താം. അത്രക്കും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവുക എന്നുള്ളത്. ആ ഖുശൂവിനനുസരിച്ചായിരിക്കും ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രീതിയിലുള്ള പ്രതിഫലം ഉണ്ടാവുക. അപ്പൊ നിസ്കരിക്കുമ്പോൾ അതിന്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നാം എല്ലാവരും. എന്നാൽ ഈ ഹദീസ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു ഭയം ഉണ്ടാവണം. നമ്മൾ എന്നും നിസ്കരിക്കുന്ന ആളുകളാണ്, എന്നും അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് എന്റെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്, എന്റെ നിസ്കാരത്തിൽ എനിക്ക് എത്രത്തോളം ഖുശൂ ഉണ്ട്, എന്താണ് ഞാൻ നിസ്കരിക്കുമ്പോൾ എന്റെ ചിന്ത എന്താണ്, ഇത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പലപ്പോഴും പല ആളുകളും സങ്കടം പറയാറുണ്ട്, എനിക്ക് നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല, പല ചിന്തകളായി പോവുകയാണ്. നിസ്കരിക്കാൻ കൈകെട്ടിയാൽ കച്ചവട ചിന്തയോ അല്ലെങ്കിൽ ദുനിയാവിന്റെ മറ്റേതെങ്കിലും ചിന്തയിലേക്ക് മനസ്സ് മാറിപ്പോവുകയാണ് എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. ചിലപ്പോൾ ചില ആളുകൾ ദീനൊന്നും പഠിക്കാത്തതിന്റെ പേരിൽ നിസ്കാരത്തിന്റെ ഷർത്തും അതേപോലെ അതിന്റെ റുക്കുനും അതിന്റെ ഓരോ വാജിബുകളും മനസ്സിലാക്കാതെ കേവലം ചടങ്ങിന് ഇങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾ ഉണ്ടാവാം. ഇവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മുടെ നിസ്കാരം ഖുശൂ ഉള്ള പരിപൂർണമായ നിലക്ക് നമുക്ക് പ്രതിഫലം ലഭിക്കാനുള്ള ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പരിഹാരമുണ്ട് അതിന്. പലപ്പോഴും ആളുകൾ പറയുന്നതാണല്ലോ, ഈ ഖുശൂ നമ്മുടെ ഭയഭക്തി നിസ്കാരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പരിഹാരങ്ങളുണ്ട്. പക്ഷെ ആ പരിഹാരങ്ങൾ ചെയ്യാൻ, അത് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ മതി. അതല്ലാതെ കേവലം ഒരു ചലനമായി നമ്മുടെ ഈ നിസ്കാരം മാറിപ്പോവുക എന്നുള്ളതിനെ നമ്മൾ ഭയപ്പെടണം. നമുക്കറിയാം, ഖുശൂ ഭയഭക്തി എന്നുള്ളത് ദൂതന്മാരുടെ അമ്പിയാക്കന്മാരുടെ വിശേഷണമായിട്ടാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അംബിയായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. സൂറത്തുൽ അംബിയായിലെ 90-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാൻ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. അമ്പിയാക്കന്മാരെ സംബന്ധിച്ച്, അല്ലാഹുവിന്റെ റസൂലുമാരെ സംബന്ധിച്ച് അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്, ഖൈർ ചെയ്യുന്ന വിഷയത്തിൽ വളരെയധികം ധൃതിപ്പെടുന്ന ആളുകളായിരുന്നു അവരെല്ലാവരും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, വയദഊനനാ റഗബൻ വറഹബൻ വകാനൂ ലനാ ഖാശിഈൻ. അല്ലാഹു പറയാൻ, ആ അമ്പിയാക്കന്മാർ എപ്പോഴും ഇരുലോകത്തുമുള്ള ഉപകാരങ്ങൾ ലഭിക്കാൻ വേണ്ടി അല്ലാഹുവോട് ദുആ ചെയ്യുന്നവരായിരുന്നു. ഇരുലോകത്തുമുള്ള ഉപദ്രവങ്ങളെ അകറ്റാൻ വേണ്ടി, ശർറുകളെ ഇല്ലാതാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അങ്ങേയറ്റം കേണപേക്ഷിച്ച് ദുആ ചെയ്യുന്ന ആളുകളായിരുന്നു അമ്പിയാക്കന്മാർ. അതേപോലെ തന്നെ അവർ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ച് ഭയപ്പാടുള്ളവരായിരുന്നു. അല്ലാഹുവിന്റെ പ്രതിഫലം ലഭിക്കണമെന്ന് അങ്ങേയറ്റം ആഗ്രഹമുള്ളവരുമായിരുന്നു. അങ്ങനെയായിരുന്നു അവർ ദുആ ചെയ്തിരുന്നത്. എന്നിട്ട് അല്ലാഹു അവരെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്, വകാനൂ ലനാ ഖാശിഈൻ. അവർ ഏതൊരു ഇബാദത്ത് അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്നുവോ ആ സമയത്തെല്ലാം അങ്ങേയറ്റം ഖുശൂഉള്ള ഭയഭക്തിയുള്ള ആളുകളായിരുന്നു എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ പലപ്പോഴും വിശുദ്ധ ഖുർആൻ എല്ലാ നിസ്കാരത്തിലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. ഖുർആൻ പാരായണം ചെയ്യാത്തൊരു നിസ്കാരം ഒരിക്കലും നമ്മൾ ഉണ്ടാവുകയില്ല. നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ഖുർആനിൽ അല്ലാഹു ഒരു ആയത്ത് പറയുന്നുണ്ട്. സൂറത്തുൽ ഹാശറിലെ 21-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാൻ, നമ്മുടെ മനസ്സ് എത്രത്തോളം കടുത്തുപോയി എന്ന് നമ്മൾ ചിന്തിക്കാനാണ്. പലപ്പോഴും ഖുശൂ കിട്ടുന്നില്ല എന്ന് പറയുന്ന നമ്മളൊക്കെ ചിന്തിക്കാൻ വേണ്ടി അല്ലാഹു ഒരു ആയത്ത് പറയാൻ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഈ ഖുർആൻ എങ്ങാനും വളരെ ഉറച്ചു നിൽക്കുന്ന ഒരു പർവ്വതം എന്നാൽ ഉറച്ചു നിൽക്കുന്ന സാധനമാണ്. ആ പർവ്വതത്തിന്റെ മേലെങ്ങാനും അല്ലാഹു ഈ ഖുർആൻ ഇറക്കി, എന്നിട്ട് ഖുർആനിലുള്ള അല്ലാഹുവിന്റെ വഅദും വഈദും, അല്ലാഹുവിന്റെ വാഗ്ദാനങ്ങളെ കുറിച്ചും അല്ലാഹുവിന്റെ താക്കീതുകളെ കുറിച്ചും ഖുർആനിന്റെ ആശയങ്ങളെ കുറിച്ചും അല്ലാഹുവിന്റെ സംസാരം എന്താണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, അവർ ചിന്തിക്കുകയായിരുന്നുവെങ്കിൽ, പർവ്വതങ്ങളൊക്കെ തകർന്ന് പൊട്ടിപ്പിളർന്ന്
എന്തിനാ? അള്ളാഹുവിനോടുള്ള ഭയത്താൽ പർവ്വതങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി പോകുമായിരുന്നു എന്ന് അള്ളാഹു പരിചയപ്പെടുത്തുക. നമ്മളെക്കാൾ എത്രയോ സ്ട്രോങ് ഉള്ള ഉറച്ച പർവ്വതത്തെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. ആ പർവ്വതം ഖുർആനിലെ ആശയങ്ങളെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നുവെങ്കിൽ ആ പർവ്വതം തകർന്ന് തരിപ്പണമായി പോകുമായിരുന്നു അള്ളാഹുവിനോടുള്ള ഖുശൂ കാരണത്താൽ, അള്ളാഹുവിനോടുള്ള ഭയം കാരണത്താൽ തകർന്നു പോകുമായിരുന്നു എന്ന് അള്ളാഹു പറയാൻ. എന്നിട്ട് അള്ളാഹു പറയാൻ ഇങ്ങനെയുള്ള ഉപമകൾ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത് എന്തിനാണെന്നറിയോ? വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ഇങ്ങനെയുള്ള ഉപമകളൊക്കെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത് ലഅല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഇങ്ങനെ അള്ളാഹു പറഞ്ഞ ഉപമകളെ ഖുർആനിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കുകയും അങ്ങനെ ഖുശൂഉള്ള ആളുകളായി മാറാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ഉപമകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ എല്ലാ ഇബാദത്തിലും നമുക്ക് ഉണ്ടാവേണ്ട ഇഖ്ലാസ്, അതേപോലെ തന്നെ പ്രത്യേകിച്ച് നിസ്കാരത്തിൽ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന നിസ്കാരത്തിൽ പലപ്പോഴും ആളുകൾ പരാതി പറയുന്ന നിസ്കാരം ഖുശൂ ഇല്ല, ഭയഭക്തി ഇല്ലാതെ ശ്രദ്ധ തിരിഞ്ഞു പോകുന്നു എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് അതിൽ ഖുശൂ നമുക്ക് എങ്ങനെ നേടിയെടുക്കാം? അതിന് മാർഗങ്ങൾ ധാരാളമുണ്ട്. നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ നിസ്കാരത്തിൽ നമ്മുടെ ചിന്ത മാറിപ്പോകുന്നത് അള്ളാഹുവിലേക്ക് കേന്ദ്രീകരിച്ച് നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കാൻ, പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കും. അതിൽ ഒന്നാമത്തെ വലിയ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്ക് മനസ്സിലാക്കേണ്ടതാണ് മാരിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് അള്ളാഹുവെ കുറിച്ച് മനസ്സിലാക്കുക, അറിയുക എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ്. അതൊന്ന് അള്ളാഹു ഉണ്ട് എന്ന് അംഗീകരിക്കലാണ്. അള്ളാഹു ഉണ്ട്, ഈ ലോകം സൃഷ്ടിച്ചത് റബ്ബാണ് എന്ന് അംഗീകരിക്കുക. അത് പൊതുവെ എല്ലാ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവനും അള്ളാഹുവിനെ അനുസരിക്കാതെ ഹറാമ് ചെയ്ത് ജീവിക്കുന്ന ചിലപ്പോൾ ഫാസിഖായ ഒരു താന്തോന്നിയെ സംബന്ധിച്ചിടത്തോളവും അവനും അറിയും അള്ളാഹു റബ്ബാണ് എന്നവൻ അറിവുണ്ടാവും. പക്ഷെ അതിനപ്പുറം രണ്ടാമത്തെ ഒരു അറിവുണ്ട്. ആ അറിവ് ഉണ്ടാവാൻ നമ്മളെപ്പോഴും മരണം വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. ആരാണ് എൻ്റെ റബ്ബ്? ആ അറിവേതാണ് അള്ളാഹുവിൻ്റെ അസ്മാവുകളും അള്ളാഹുവിൻ്റെ നാമങ്ങളും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും. ആരാണ് റബ്ബ് എന്ന് നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച്, അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ അറിയിക്കുന്ന, കഴിവിനെ അറിയിക്കുന്ന അത്ഭുതകരമായ കോടാനുകോടി സൃഷ്ടികളുണ്ട്. ഇവയെക്കുറിച്ചൊക്കെ ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കുമ്പോൾ ആരാണ് റബ്ബ് എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാകും. അങ്ങനെ നമ്മൾ പഠിക്കുന്നതോടൊപ്പം അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഹറാമായ കാര്യങ്ങളിൽ നമുക്ക് വിട്ടുനിൽക്കാനും, ഈ എൻ്റെ റബ്ബിനെ കുറിച്ച് അവന്റെ നാമങ്ങളും വിശേഷണങ്ങളും അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ അറിയിക്കുന്ന പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കുമ്പോൾ ആ റബ്ബ് ഹറാമാക്കിയ, നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ, അത് ചെയ്യാനൊരു ലജ്ജ നമുക്ക് ആ അറിവുണ്ടാക്കി തരും. അങ്ങനെയുള്ള അറിവ് നമുക്കുണ്ടാവണം. ഒന്നാമത്തെ അറിവിനപ്പുറം ഈ ഒരു അറിവ് നമുക്കുണ്ടാവണം. അങ്ങനെ നമ്മൾ റബ്ബിനെ പഠിച്ചാൽ ഹറാമുകൾ ചെയ്യാൻ നമുക്ക് ലജ്ജ ഉണ്ടാവും. അള്ളാഹുവെ കുറിച്ച് ഓർക്കുമ്പോൾ, ആരാണ് അള്ളാഹുവിന്റെ കഴിവ് നമുക്ക് മനസ്സിലാകുമ്പോൾ അതിന് വിട്ടുക്കാൻ നമുക്ക് സാധിക്കും. അതിനപ്പുറം ആ റബ്ബിനോടുള്ള അങ്ങേയറ്റത്തെ മഹബ്ബത്ത്, സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും. അങ്ങനെ ഹൃദയത്തിൽ ഉണ്ടാകും. എപ്പോഴും നമ്മുടെ ഹൃദയം അള്ളാഹുമായൊരു താലൂക്ക്, ഒരു ബന്ധം ഉണ്ടാവും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും അങ്ങാടിയിലൂടെ സഞ്ചരിക്കുമ്പോഴും എപ്പോഴും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ എൻ്റെ റബ്ബ് സൃഷ്ടിച്ചതാണല്ലോ, അങ്ങനെ എപ്പോഴും റബ്ബിനെ കുറിച്ചുള്ള ഒരു ചിന്തയുമായിട്ടുള്ളൊരു ഖൽബായി തീരും അവന്റെ ഹൃദയം. അങ്ങനെ ആയാൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഖുശൂ, നല്ലൊരു ഭയഭക്തി ഉണ്ടാവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകും. കാരണം മനസ്സ് മാറിപ്പോവുകയില്ല. ഞാൻ ചെയ്യുന്ന ഇബാദത്ത്, ആരാധന കർമ്മം, ഞാൻ പറയുന്ന ദുആകൾ, ഓരോ സൂറത്തുകൾ, അതിന്റെ അർത്ഥങ്ങൾ ഇത് മനസ്സിലേക്ക് അവരിലേക്ക് ഇങ്ങനെ കടന്നു വരികയും മനസ്സ് നിസ്കാരത്തിൽ കേന്ദ്രീകരിക്കാനും നല്ലൊരു ഭയഭക്തിയോടുകൂടി നിസ്കരിക്കാൻ അവന് സാധിക്കും. ഒന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഹൃദയം കടുത്തു പോകുന്നതിൽ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. ഹറാമുകൾ ചെയ്ത് ധിക്കാരിയായി ജീവിച്ചാൽ ഹൃദയം കടുത്തു പോകും. അങ്ങനെ കടുത്തുപോയാൽ നിസ്കാരത്തിൽ ഖുശൂ ഇല്ലാതെ അലസത നമ്മിലേക്ക് കടന്നു വരും. നേരെ മറിച്ച് അങ്ങനെ ഈ ഹൃദയം കഠിനമാകുന്നതിനെ നമുക്ക് ചികിത്സിക്കാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കറിയാം, ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് എന്താണ്? അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ, നിങ്ങളുടെ ശരീരത്തിൽ ഒരു അവയവമുണ്ട്, മാംസകഷ്ണമുണ്ട്. ഇദാ സലഹത് സലഹൽ ജസദു കുല്ലു,
ആ മാംസകഷ്ണം നന്നായാൽ നിങ്ങളുടെ ശരീരം മുഴുവൻ നന്നായി. നേരെ മറിച്ച് ഇതാ ഫസദത്ത്, അത് കുഴപ്പത്തിലായാൽ ഫസദൽ ജസദു കുല്ലു, നിങ്ങളുടെ ശരീരം മുഴുവൻ കേടുവന്നു പോകും. അലാ വഹിയൽ ഖൽബ്, അറിയണം അത് ഹൃദയമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിനനുസരിച്ച് നമ്മുടെ അവയവങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ഖൽബ് എപ്പോഴും ശുദ്ധീകരിക്കാനും നല്ല തൗഹീദുള്ള ശിർക്കും ബിദ്അത്തും എന്ന മാലിന്യങ്ങളില്ലാതെ, ഹറാം എന്ന മാലിന്യമില്ലാതെ നല്ലൊരു ഹൃദയമാക്കി എടുക്കാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള പരിഹാരമെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ അള്ളാഹുവെ കുറിച്ചുള്ള ദിക്ർ ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഏറ്റവും വലിയ ദിക്ർ എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. വിശുദ്ധ ഖുർആൻ പാരായണവും പഠനവും. പലപ്പോഴും നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ അള്ളാഹുവിന്റെ കലാം നമ്മൾ പഠിക്കുകയാണെങ്കിൽ, നിസ്കാരത്തിൽ ഒരു ഇമാം ഒരു ഖിറാഅത്ത് പാരായണം ചെയ്യുമ്പോൾ ആ പാരായണം ചെയ്യുന്ന സൂറത്തിന്റെ അർത്ഥം അവന്റെ മനസ്സിലേക്ക് അവന് ചിന്തിക്കാനും ശ്രദ്ധ നിസ്കാരത്തിൽ കേന്ദ്രീകരിക്കാനും അവന് സാധിക്കും. നേരെ മറിച്ച് ഇത് പഠിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിങ്ങനെ പതറിക്കൊണ്ടേയിരിക്കും. നിസ്കാരത്തിലെ ദുആന്റെ അർത്ഥം അറിയാതിരിക്കുമ്പോൾ തെറ്റിപ്പോകും. നിസ്കാരത്തിലെ ദുആന്റെ അർത്ഥം പഠിച്ചവനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ എന്താണ് നിസ്കാരത്തിൽ പറയുന്നത് എന്ന് ചിന്തിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം, എന്താണ് നിസ്കാരത്തിൽ പാരായണം ചെയ്യുന്നത്, സൂറത്തുൽ ഫാത്തിഹ ഓരോ തവണയും ഞാൻ പാരായണം ചെയ്യുമ്പോൾ വലിയ വലിയ ആശയങ്ങളടങ്ങിയ പ്രാർത്ഥനകളടങ്ങിയ സൂറത്തുൽ ഫാത്തിഹയുടെ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ അതിലെന്താണ് ഞാൻ പറയുന്നത്, അതിനാത്മാർത്ഥമായി ഞാൻ ആമീൻ പറയുമ്പോൾ, ഇതിലൊക്കെ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഖുശൂ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതില്ലെങ്കിൽ നമുക്ക് ഖുശൂ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. അങ്ങനെ ഹൃദയം കടുത്തുപോയ ആളുകളെ അള്ളാഹു ഖുർആനിൽ പല സ്ഥലത്തും ആക്ഷേപിച്ചതാണ്. ഏറ്റവും ഹൃദയം കടുത്ത ആളുകൾ ജൂതന്മാരായിരുന്നു. അവരെ അള്ളാഹു പല സ്ഥലത്തും ആക്ഷേപിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളാവാൻ നമ്മൾ പാടില്ല. അതിനുള്ള രണ്ട് പരിഹാരം, അത് നീക്കാനുള്ള പരിഹാരം, ഒന്ന് അള്ളാഹുവോടുള്ള കരാർ നിറവേറ്റുക എന്നുള്ളതാണ്. ഹൃദയം കടുത്തു പോകാതിരിക്കാൻ അള്ളാഹുവോട് ഒന്നാമത്തെ പരിഹാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവോടുള്ള കരാറിനെ നിറവേറ്റുക എന്നുള്ളതാണ്. എന്താണ് സഹോദരന്മാരെ അള്ളാഹുവോടുള്ള കരാർ? അത് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ്. അതേപോലെ സൃഷ്ടികളോടുള്ള കരാർ അത് നമ്മൾ പൂർത്തീകരിക്കണം. അങ്ങനെ ദിക്റുമായി നമ്മൾ മുന്നോട്ട് പോയാൽ നല്ലൊരു ഹൃദയത്തിന്റെ ആളുകളാവുകയും നിസ്കാരത്തിൽ ഖുശൂ ലഭിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്യും. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദിക്ർ ദുആകളില്ലെങ്കിൽ നമ്മുടെ മനസ്സ് എപ്പോഴും കടുത്തു പോകും. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് അൽ-വാബിലുസ് സയ്യിബ് എന്ന കിതാബിൽ പറഞ്ഞതുപോലെ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറയുകയുണ്ടായി, വലാ റൈബ അന്നൽ ഖൽബ യസ്ദഉ കമാ യസ്ദഉ അൻ-നുഹാസ് വൽ ഫിദ്ദ വഗൈറുഹുമാ. നമ്മുടെ വെള്ളിയാവട്ടെ ചെമ്പാവട്ടെ അതുപോലെ തന്നെ മറ്റ് ഇരുമ്പ് സാധനങ്ങളൊക്കെ നുരുമ്പി പോകും എന്നതുപോലെ നമ്മുടെ ഹൃദയങ്ങൾ നുരുമ്പിപ്പോകുമെന്നാണ്. നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമാണ്. നുരുമ്പിപ്പോകും, തുരുമ്പ് പിടിച്ചു പോകും. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറയാൻ, ആ തുരുമ്പ് പിടിച്ചു പോകുമ്പോൾ ഹറാമുകളും കുറ്റകൃത്യങ്ങളുമായി പാപങ്ങളുമായി ഇസ്തിഗ്ഫാർ ഇല്ലാതെ അങ്ങനെ നമ്മൾ കറ പിടിച്ച ഹൃദയത്തെ നമുക്ക് നല്ല തെളിഞ്ഞതായി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതെങ്ങനെയാണ്? വജലഉഹു ബിദ്ദിക്രി ഫഇന്നഹു യജ്ലുഹു ഹത്താ യദഅഹു കൽമിർആത്തിൽ ബൈദാ. ദിക്ർ കൊണ്ട് കടുത്തുപോയ തുരുമ്പിപ്പോയ ഹറാമുകളും ചിർക്കുകളും ബിദ്അത്തുകളും പാപങ്ങളും കൊണ്ട് നുരുമ്പിപ്പോയ തുരുമ്പ് പിടിച്ചു പോയ ആ ഹൃദയത്തെ വെളുത്ത കണ്ണാടിയെ പോലെ മടക്കി കൊണ്ടുവരാൻ ദിക്റിന് സാധിക്കുമെന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാൻ, ഒരാൾ ഫഇദാ തറക ദിക്റ സദിഅ, ഏറ്റവും വലിയ ദിക്ർ ഖുർആൻ പാരായണം. ഖുർആനില്ല, മറ്റു ദിക്ർ ദുആകളൊന്നും ഇല്ലാതെയാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അവന്റെ ഹൃദയം തുരുമ്പിപ്പോകും, തുരുമ്പ് പിടിച്ച് ഇല്ലാതായി നശിച്ചു പോകും. വഇദാ ദക്കറ ജലാഹു, നേരെ മറിച്ച് അവൻ ദിക്റുകളുമായി മുന്നോട്ട് ജീവിക്കുകയാണെങ്കിൽ അവന്റെ ഹൃദയം എപ്പോഴും പ്രകാശിക്കുന്ന തെളിഞ്ഞതായിരിക്കുമെന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറയാൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വസദഉൽ ഖൽബി ബി അംറൈനി ബിൽ ഗഫ്ല വദ്ദംബ്. ഒരു ഹൃദയം നുരുമ്പിപ്പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിലൊന്ന് അശ്രദ്ധയും രണ്ട് പാപങ്ങളുമാണ്. ഈ അശ്രദ്ധ അറബിയിൽ നമ്മൾ ഗഫ്ല എന്ന് പറയുമ്പോൾ ഈ അശ്രദ്ധ എന്ന് പറയുന്നതും നിസ്യാൻ മറവി എന്ന് പറയുന്നത് രണ്ടും വ്യത്യാസമുണ്ട്. മറവി എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ഇന്ന് സംഭവിച്ചു പോകുന്നതാണ്. അത് അല്ലാഹു പുറത്തു തരുന്നതാണ്. അത് എന്ത് സംഭവിച്ചു പോയാലും റബ്ബ് പുറത്തു തരും. അറിയാതെ നമ്മൾ ചെയ്തു പോയാൽ അതുകൊണ്ട് അല്ലാഹു പിടികൂടി ശിക്ഷിക്കുകയില്ല. ഈ ഗഫ്ലത്ത് എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. അറിഞ്ഞുകൊണ്ട് വീഴ്ച വരുത്തുന്നതിനാണ് ഗഫ്ലത്ത് എന്ന് പറയുക, ചുരുക്കി പറഞ്ഞ.
ഇബാദത്തിന്റെ വിഷയത്തിൽ അറിഞ്ഞുകൊണ്ട് ജമാഅത്തിൽ വീഴ്ച വരുത്തുന്നവർ, ഇതൊക്കെ അശ്രദ്ധയാണ്. ഈ അങ്ങനത്തെ അശ്രദ്ധകൾ ഇബാദത്തിന്റെ വിഷയത്തിൽ നമ്മൾ വന്നാൽ, അതേപോലെ പാപങ്ങളും വന്നാൽ നമ്മുടെ ഹൃദയം കടുത്തു പോകും. അതിന് സമാധാനം ഉണ്ടാവുകയില്ല, ഖുശൂ ഉണ്ടാവില്ല, നിസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാവുകയില്ല. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറയാൻ വജലാഉഹു ബിശൈഇൻ, ഇനി അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയെടുക്കാൻ, തെളിഞ്ഞ ഹൃദയമാക്കാനുള്ള മാർഗങ്ങൾ രണ്ടെണ്ണമാണ്. ബിൽ ഇസ്തിഗ്ഫാരി വദ്ദിക്ർ, ഇസ്തിഗ്ഫാറും ദിക്റും വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുക. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വസ്വാസാണ്. ഈ വസ്വാസ് ഒഴിവാക്കിയാൽ തന്നെ നിസ്കാരത്തിൽ ഖുശൂ നമുക്ക് ലഭിക്കും. പലർക്കും വസ്വാസുകളാണ്. ചില ആളുകൾ വുദു എടുക്കാൻ കുറേ സമയമാണ്, കുളിക്കാൻ കുറേ സമയം, ഇങ്ങനെ ആവശ്യമില്ല. മലമൂത്ര വിസർജനത്തിൽ കയറിയാൽ ആവശ്യത്തിലധികം വസ്വാസ് കൊണ്ട് അവൻ കുറേ സമയമെടുക്കുകയാണ്. അതേപോലെ തന്നെ വുദു വീണ്ടും ആവർത്തിച്ചെടുക്കുക. അങ്ങനെ വസ്വാസ് ശക്കല്ല, സംശയമല്ല. സംശയം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത ഒരു അടിസ്ഥാനം ഉണ്ടാവും, അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ്. പക്ഷേ വസ്വാസ് എന്നതല്ല, അത് ആവശ്യമില്ലാതെ വീണ്ടും വുദു എടുത്തുകൊണ്ടിരിക്കുക, വീണ്ടും ഇങ്ങനെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക, നിസ്കരിച്ച് വീണ്ടും അതന്നെ നിസ്കരിച്ചുകൊണ്ടിരിക്കുക വസ്വാസം കൊണ്ട്. അത് നമ്മൾ ഒഴിവാക്കണം. അതുപോലെ ശുദ്ധീകരിക്കാൻ വെള്ളം അമിതമായി ധാരാളമായി ഉപയോഗിക്കുക. ഇട്ട ഡ്രസ്സ് മാലിന്യമുണ്ടോ, വസ്വാസ് ഒഴിവാക്കുക, വീണ്ടും മാറ്റുക. അങ്ങനെ അഖീദയിൽ വിശ്വാസത്തിൽ വരെ വസ്വാസ് വരെ നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വിശ്വാസത്തിൽ വസ്വാസ് ഉണ്ടാക്കാൻ ശൈത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അവൻ നിങ്ങളുടെ അടുക്കൽ വരും, ആരാണെന്നത് സൃഷ്ടിച്ചത്, ആരാണിത് സൃഷ്ടിച്ചത് എന്നിങ്ങനെ ചോദിച്ച് അവസാനം അവൻ ചോദിക്കും മൻ ഖലഖല്ലാഹ്. അവസാനം എന്നോട് ചോദിപ്പിക്കും ആരാണ് അള്ളാഹുവെ സൃഷ്ടിച്ചത്. അങ്ങനത്തെ അവസ്ഥയിലേക്ക് അവൻ എത്തിക്കും. അങ്ങനെ നിങ്ങൾക്ക് എത്തിയാൽ ഫല്യസ്തഈദ് ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവോട് അഭയം തേടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സഹോദരന്മാരെ, ഇങ്ങനെ ഈ വസ്വാസുകൾ നമ്മൾ ഒഴിവാക്കണം. അത് ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ എന്താണ്? വസ്വാസ് ഇല്ലാതാവാനുള്ള മാർഗങ്ങൾ എന്താണ്? ഈ പറഞ്ഞ രീതിയിൽ പലർക്കും സംഭവിക്കുന്നതാണ്. അത് ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ ഒന്ന് ശർഈയായ ഇൽമ്, യഥാർത്ഥ നിലയ്ക്ക് ഇൽമ് പഠിക്കുക എന്നുള്ളതാണ്. ദീനിയായ ഇൽമ് പഠിച്ചാൽ ഈ വസ്വാസുകൾ നമുക്ക് മാറ്റാൻ സാധിക്കും. ഈമാനിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഈമാനെ ശക്തിപ്പെടുത്താൻ ധാരാളം കാര്യങ്ങൾ മുമ്പൊക്കെ നമ്മൾ സൂചിപ്പിച്ചതാണ്. ഖുർആനോത്തും ദിക്റുകളും അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. നമ്മുടെ ഈമാനെ ശക്തി പകരാൻ പല കാരണങ്ങളുമുണ്ട്. അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഈമാനിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അള്ളാഹു അനുസരിച്ചുകൊണ്ടും സുന്നത്തുകൾ അധികരിപ്പിച്ചുകൊണ്ടും ഒക്കെ നമുക്ക് ഈമാനിനെ ശക്തിപ്പെടുത്താൻ സാധിക്കും. അതേപോലെ എപ്പോഴും ദിക്റുകൾ, അതേപോലെ നല്ല സാലിഹായ നമുക്ക് ഫായിദ ഖൈറുണ്ടാകും, ഉപകാരമുണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാകുന്ന ആളുകളുടെ കൂടെ എപ്പോഴും ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പലപ്പോഴും ആളുകൾക്ക് അങ്ങനെയുള്ള ആളുകളുടെ കൂടെ ഇരിക്കാൻ മടിയാൻ, നമുക്കൊരു ഉപകാരവുമില്ലാതെ ചിലപ്പോൾ അതിനപ്പുറം കുറെ ഹറാമുകളും പല ഗീബത്തുകളും, അങ്ങനെ ഹറാമുകൾക്ക് സഹായിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടാവും. അതിനൊക്കെ വിട്ടു നിന്നുകൊണ്ട് എനിക്ക് ഖൈർ ലഭിക്കും, ഇരുന്നാൽ എനിക്കൊരു ഫായിദ ഉണ്ടാവും, ഹറാം അവൻ്റെ അടുക്കൽ നിന്ന് കേൾക്കേണ്ടി വരില്ല, എനിക്ക് എൻ്റെ ഈമാനിന് വലിയൊരു ഗുണമുണ്ടാവും എന്ന് മനസ്സിലാക്കുന്ന ആളുകളുമായിട്ട് എപ്പോഴും ബന്ധമുണ്ടായിക്കൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ശൈത്താന്റെ കേന്ദ്രമായ ബാത്റൂമിൽ പോയാൽ, ടോയ്ലറ്റിൽ പോയാൽ അധികം അവിടെ സമയം ചെലവഴിക്കരുത്. ആവശ്യത്തിലധികം അവിടെ സമയം ചെലവഴിക്കരുത്. നമ്മുടെ ഔറത്ത് വെളിവാക്കി നിൽക്കുന്ന അവസ്ഥയാണ്. അവിടുന്ന് ആവശ്യം കഴിഞ്ഞാൽ ഉടനടി ആ ശൈത്താന്റെ കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറങ്ങണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ വസ്വാസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ആ വസ്വാസിൽ രക്ഷപ്പെടാൻ സാധിച്ചാൽ നിസ്കാരത്തിൽ നമുക്കത് ഖുശൂ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു അമ്മാ ബഅദ്. സഹോദരന്മാരെ, നിസ്കാരത്തിലെ ഭയഭക്തി നേടിയെടുക്കാൻ നമുക്ക് സഹായകമാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. അടുത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ മുഅദ്ദിനെ പിന്തുടരുക എന്നുള്ളതാണ്. നമ്മുടെ നിസ്കാരത്തിൽ ഖുശൂ കിട്ടാൻ, തൗഫീഖ് ലഭിക്കാൻ കാരണമാകുന്ന ഒരു കാര്യമാണ്. മുഅദ്ദിനെ, ബാങ്ക് കൊടുക്കുന്ന ആളുകളെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ ആ ഇമാമ് ബാങ്ക് കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അതിന് മറുപടി കൊടുക്കുക. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അല്ലാഹു അക്ബർ, അങ്ങനെ മറുപടി കൊടുക്കുക. ഹയ്യാല സ്വലാ ഹയ്യാല ഫലാ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ മറുപടി കൊടുക്കുന്നത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നാണ്. എന്താണ് അതിൻ്റെ ആശയം? നമ്മൾ ആത്മാർത്ഥമായി പഠിച്ച് നമ്മളത് മറുപടി കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്കുള്ളൊരു തൗഫീഖ് അല്ലാഹു നൽകും. കാരണം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ചലനവും ഒരു കഴിവും
എൻ്റെ റബ്ബ് എനിക്ക് നൽകാതെ എനിക്ക് സാധിക്കുകയില്ല. എനിക്ക് എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും അതിനെ നീക്കാൻ അതിനെൻ്റെ റബ്ബിനെ സാധിക്കുകയുള്ളൂ. എനിക്ക് എന്ത് ഉപകാരം നൽകാനും എന്നെ സൃഷ്ടിച്ച എൻ്റെ റബ്ബിനെ സാധിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇങ്ങനെയൊക്കെ നമ്മൾ പ്രഖ്യാപിച്ച് അത് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുന്ന മര്യാദകളൊക്കെ നമ്മൾ പാലിച്ചു പോയാൽ, ധാരാളം മര്യാദകളും നമ്മൾ പാലിക്കേണ്ടത്. ഈ മര്യാദകളൊക്കെ നമ്മൾ പാലിച്ചാൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നല്ല ഭയഭക്തി നമുക്കുണ്ടാകും. വീട്ടിൽ നിന്ന് വുദു എടുത്ത് പള്ളിയിലേക്ക് വരിക, പള്ളിയിലേക്ക് വരുമ്പോൾ അതൊക്കെ നിസ്കാരത്തിലേക്ക് പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകളാണ്. വുദു എടുത്ത് വരിക, അതേപോലെ തന്നെ സുഗന്ധം പൂശുക, നല്ല വസ്ത്രം ധരിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് വരിക, മോശമായ ദുർഗന്ധമുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക, സാവധാനത്തോടു കൂടി പള്ളിയിലേക്ക് നടന്നു വരിക. ധൃതിപ്പെട്ട് ഓടേണ്ട ആവശ്യമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? നിങ്ങൾ പള്ളിയിലേക്ക് സാവകാശം ശാന്തതയോടുകൂടി നിങ്ങൾ നടന്നു പോവുക. നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അത് നിങ്ങൾ നിസ്കരിക്കുക, നഷ്ടപ്പെട്ടത് നിങ്ങൾ ശേഷം പൂർത്തീകരിക്കുക എന്ന് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞത് കാണാം, നിസ്കാരത്തിലേക്ക് വരുമ്പോഴും അതേപോലെ പള്ളിയിൽ വന്ന് നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുമ്പോഴും വിരലുകൾ ഇങ്ങനെ കോർക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയതായി ഹദീസിൽ കാണാൻ സാധിക്കും. അതൊരു അലസതയുടെ സ്വഭാവമാണ്. അതുകൊണ്ട് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുമ്പോഴും പള്ളിയിൽ നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴും ഈ വിരലുകൾ കോർത്തു പിടിക്കുന്നത് നമ്മൾ ഒഴിവാക്കണം. അതല്ലാത്ത സമയത്ത് നമുക്ക് ആവശ്യങ്ങൾക്ക് ചെയ്തുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. ഈ സമയങ്ങൾ നമ്മൾ ഒഴിവാക്കുക. അതേപോലെ പള്ളിയിലേക്ക് കയറുമ്പോഴുള്ള മര്യാദ, വലത് കാലെടുത്ത് വെക്കുകയും ദുആ ചെയ്യുകയും, അതേപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ദുആ, പല ദുആകളുണ്ട്, ഇതൊക്കെ ചൊല്ലി അങ്ങനെ നമ്മൾ മര്യാദകൾ പാലിച്ച് നിസ്കാരത്തിന് വേണ്ടി നമ്മൾ പള്ളിയിലേക്ക് എത്തിയാൽ നല്ലൊരു മനസ്സമാധാനം ഉണ്ടാവും. നിസ്കരിക്കാൻ കൈകെട്ടിയ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചാൽ നമ്മുടെ ശ്രദ്ധ മാറാതെ നല്ല ഭയഭക്തിയോടുകൂടി ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ നിസ്കാരത്തിന്റെ കൂലി പൂർണ്ണമായും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. തീരെ ഇല്ലാതായി പോകുന്ന ആളുകളിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞ ഹദീസ് ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് നമ്മൾ ഭയപ്പെടേണ്ട ഹദീസാണ്. കാരണം അത്രക്കും കൂലി കുറഞ്ഞു പോകുന്ന അവസ്ഥ വരെ ഉണ്ടാകും. അതൊക്കെ എങ്ങനെ വരുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലാതാകുമ്പോഴാണ്. അതുകൊണ്ട് പഠിക്കുകയും, പ്രധാനപ്പെട്ടത് ഇതിലെല്ലാം മുഖ്യമായ കാര്യം ശർഈയായ ഇൽമ്, ദീനിയായ അറിവ് പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഖുർആനുമായിട്ടുള്ള ബന്ധം, ഖുർആന്റെ അർത്ഥമൊക്കെ നമ്മൾ പഠിച്ചാൽ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും. കാരണം ഓരോ ഖിറാഅത്ത് കേൾക്കുമ്പോൾ ആ ഖിറാഅത്തിൽ എന്താണ് പറയുന്നത് എന്നിങ്ങനെ നമ്മൾ പിന്തുടർന്നു പോയാൽ മനസ്സ് പതറാതെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഖുശൂഉള്ള ആളുകളായി നിസ്കരിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وآله وصحبه وسلم.